ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് 41 റൺസിന്. ഇന്ത്യയ്ക്കായി തിളങ്ങിയത് 75 റൺസെടുത്ത അഭിഷേക് ശർമ്മയും 3 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവും. സൗമേഷ് പെരുവല്ലൂരാണ് വിശദാംശങ്ങളുമായി ചെയ്തത്. സൗമേഷ്, ഇന്ത്യക്ക് എന്തായാലും സന്തോഷിക്കാനുള്ള ഒരു നേട്ടമാണ്. ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഇന്നത്തെ മത്സരം നമുക്ക് എങ്ങനെ വിലയിരുത്താം? കീർത്തന, 168 റൺസാണ് ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. ഇന്ത്യ ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 168 റൺസാണ് എടുത്തത്. പക്ഷേ അത് 168 റൺസ് 2020-ൽ ചെറിയ സ്കോറാണെന്ന് ധരിച്ചാലും ഇന്ത്യൻ ബോളേഴ്സിന് മുന്നിൽ അത് വലിയ സ്കോർ ആയിരുന്നില്ല. 127 റൺസിന് ബംഗ്ലാദേശിനെ ഒതുക്കി ഇന്ത്യ ഫൈനലിലേക്ക് വിജയം മുന്നേറിയിരിക്കുകയാണ്. 8 തവണ ചാമ്പ്യന്മാരായ ഇന്ത്യ 9ാം തവണ ചാമ്പ്യൻ പട്ടത്തിലേക്ക് അടുക്കുകയാണ്. 5 തവണയാണ് ഇന്ത്യ ഇതുവരെ ഏഷ്യ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നത്. 6ാം തവണയിലേക്കുള്ള യാത്രയാണ്. 5 മത്സരങ്ങളും ജയിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഏത് മത്സരത്തിലും ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. 2 തവണ പാകിസ്ഥാനെ തോൽപ്പിച്ചു. ഇപ്പോൾ ബംഗ്ലാദേശിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് ഫൈനൽ പ്രവേശം. ഒരുപക്ഷെ ശ്രീലങ്കയ്ക്കെതിരെ അടുത്ത മത്സരം ബാക്കി നിൽക്കെയാണ് ഇന്ത്യ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 168 റൺസ് അടിച്ചത് ഓപ്പണറായ അഭിഷേക് ശർമ്മയുടെ 75 റൺസ് മികവിലാണ്. മറ്റു താരങ്ങൾക്ക് ആർക്കും ഒരു മികച്ച സ്കോർ കണ്ടെത്താനായില്ല. പക്ഷേ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ഇറങ്ങി 75 റൺസ് എടുക്കുകയുണ്ടായി. 37 പന്തിൽ 4 4ഉം 5 6ഉം അടക്കമായിരുന്നു 75 റൺസ്. ശുഭ്മാൻ ഗിൽ 29 റൺസും ഹാർദിക് പാണ്ഡ്യ 38 റൺസും എടുത്തു. പലതരം സഞ്ജു സാംസണിനെ ബാറ്റിങ്ങിന് ഇറക്കിയിരുന്നില്ല. 7 താരങ്ങൾ ഇറങ്ങിയെങ്കിലും സഞ്ജു സാംസനെ ബാറ്റിങ്ങിന് ഇറക്കിയിരുന്നില്ല. മറുപടിയിൽ ബംഗ്ലാദേശ് മികച്ച തുടക്കമായിരുന്നെങ്കിലും ആദ്യ വിക്കറ്റ് പെട്ടെന്ന് നഷ്ടമായെങ്കിലും പിന്നീട് 2ാം വിക്കറ്റിൽ അവർക്ക് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിച്ചിരുന്നു. എന്നാൽ അത് പൊളിച്ചത് കുൽദീപ് യാദവ് ആയിരുന്നു. കുൽദീപ് യാദവ് വന്ന് വിക്കറ്റ് എടുത്തോടെ പിന്നീട് പെട്ടെന്ന് തന്നെ വിക്കറ്റുകളെല്ലാം നഷ്ടമാകുന്ന സ്ഥിതിയുണ്ടായി ബംഗ്ലാദേശിന്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്ക് വിക്കറ്റുകൾ നഷ്ടമാവുകയും കുൽദീപ് യാദവ് 3 വിക്കറ്റും വരുൺ ചക്രവർത്തിയും ജസ്പ്രീത് ബുംറയും 2 വിക്കറ്റ് വീതവും നേടി. അങ്ങനെ 127 റൺസിന് ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആവുകയും ഇന്ത്യ ഫൈനലിലേക്ക് കടക്കുകയായിരുന്നു. ശരി, ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ തകർത്ത് ഇന്ത്യ ഫൈനലിൽ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സൗമേഷ് പെരുവല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.